Next session, linear differential equation. So what is linear differential equation? Equations those in which the dependent variable and its derivatives occurs only in the first degree and not multiplied together. Thus the general linear differential equation of the nth order is of the form d raised to n y by dx raised to n, nth derivative of y with respect to x plus p1 into n minus 1th derivative of y with respect to x. അങ്ങനെ n minus 2 ഡെറിവേറ്റീവിൻ്റെ ഡിഗ്രി കുറഞ്ഞ് പി എൻ വൈ ഈക്വൽ ടു എക്സ്, ഈ ഒരു ഫോമിലിരിക്കുന്ന ഇക്വേഷൻസിനെയാണ് നമ്മൾ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. പി വൺ പി ടു എക്സെട്ര പി എൻ ആൻഡ് എക്സ് ആർ ഫങ്ഷൻസ് ഓഫ് എക്സ് ഒള്ളി. പി വണ്ണും പി ടു എക്സും എല്ലാം എക്സിലെ തന്നെ ഫങ്ഷൻസ് ആയിരിക്കണം. ഇനി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആർ ഓഫ് ദ ഫോം, അതായത് ഇവിടുത്തെ പി വൺ പി ടുവിന് പകരം കെ വൺ കെ ടു എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻസ് ആണ് വരുന്നതെങ്കിൽ പി വണ്ണിന് പകരം കെ വൺ, പി ടുവിന് പകരം കെ ടു, അതായത് ഫങ്ഷൻസ് ആയിരിക്കില്ല, പകരം കോൺസ്റ്റൻസ് ആയിരിക്കും. ഇനി ഇഫ് y1 ആൻഡ് y2 ആർ ഓൺലി ടു സൊല്യൂഷൻസ് ഓഫ് ദ ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതായത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന് രണ്ട് സൊല്യൂഷൻസ് ആണുള്ളത് y1ഉം y2 എങ്കിൽ അവരുടെ ഒരു ലീനിയർ കോമ്പിനേഷനും സൊല്യൂഷൻ ആയിരിക്കും. അതായത് y1 എന്ന് പറയുന്ന സൊല്യൂഷനെ സം c1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു ആൻഡ് y2 എന്ന് പറയുന്ന സൊല്യൂഷനെ സം c2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതും അതിൻ്റെ മറ്റൊരു സൊല്യൂഷനായിട്ട് വരും. Since the general solution of a differential equation of the nth order contains n arbitrary constant, it follows that if y1, y2, etc. yn are independent solutions of n, then cy1, cy2, cn, yn അവരുടെ ലീനിയർ കോമ്പിനേഷൻ ഒരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കും. അതായത് n ഡിഗ്രി ഉള്ള ഒരു nth ഓർഡർ ഉള്ള ഡിഫറൻഷ്യൽ ഇക്വേഷന് n ആർബിട്രറി കോൺസ്റ്റൻറ്റ് കാണും. അങ്ങനെയെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷന് y1, y2, y3 എക്സെട്ര yn സൊല്യൂഷൻസ് ഉണ്ടെങ്കിൽ അവരുടെയും ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും? മറ്റൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ ആയിരിക്കും. ഇഫ് y ഈക്വൽ ടു വി ബി എ പർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ മറ്റൊരു സൊല്യൂഷനാണ് വി എങ്കിൽ ദെൻ യു പ്ലസ് വി ഈസ് എ കംപ്ലീറ്റ് സൊല്യൂഷൻ. അങ്ങനെയെങ്കിൽ യു പ്ലസ് വി എന്ന് പറയുന്നത് മറ്റൊരു സൊല്യൂഷനായി മാറും. ദ പാർട്ട് യു ഈസ് കോൾഡ് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. യു എന്ന് പറയുന്ന പാർട്ടിന് നമ്മൾ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്നും ആൻഡ് ദ പാർട്ട് വി ഈസ് കോൾഡ് ദ പർട്ടിക്കുലർ ഇൻ്റഗ്രൽ പി ഐ എന്നും പറയും. അതായത് ഒരു പർട്ടിക്കുലർ സൊല്യൂഷന് രണ്ട് പാർട്സ് ആയിരിക്കും ഉണ്ടാവുക. പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന സൊല്യൂഷനിൽ ഒരു ഇനിഷ്യൽ കണ്ടീഷൻ കാണും. ആ ഇനിഷ്യൽ കണ്ടീഷൻ കൊടുത്തിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷനാണ് പർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ആ പർട്ടിക്കുലർ സൊല്യൂഷന് രണ്ട് പാർട്സ് കാണും, ഒന്ന് കോംപ്ലിമെൻ്ററിയും രണ്ട് പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ ചേരുന്നതാണ് അതൊരു കംപ്ലീറ്റ് സൊല്യൂഷനായി മാറുന്നത്. ദസ് ഇൻ ഓർഡർ ടു സോൾവ് ഇക്വേഷൻ 1, അതായത് ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. നമ്മൾ ആദ്യം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് ദ കംപ്ലീറ്റ് സൊല്യൂഷൻ ആൻഡ് ദെൻ ദി പർട്ടിക്കുലർ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ പർട്ടിക്കുലർ ഫംഗ്ഷൻ. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇക്വേഷൻ 1ൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കിട്ടുന്നത്. ഏതൊക്കെ? കോംപ്ലിമെൻ്ററി ഫംഗ്ഷന്, പർട്ടിക്കുലർ ഇൻ്റഗ്രൽ. അടുത്തത് എന്താണ് ഓപ്പറേറ്റർ ഡി? ഓപ്പറേറ്റർ ഡി എന്ന് പറയുന്ന ഒരു ഡിനോട്ടേഷനാണ്. ഫസ്റ്റ് ഡെറിവേറ്റീവിന് നമ്മൾ ക്യാപിറ്റൽ ഡി, സെക്കൻഡ് ഡെറിവേറ്റീവിന് ഡി സ്ക്വയർ, തേർഡ് ഡെറിവേറ്റീവിന് ഡി ക്യൂബ്, അങ്ങനെ എഴുതുന്നതിനെയാണ് നമ്മൾ, അതായത് അതിൻ്റെ ഒരു നൊട്ടേഷൻ മാത്രം. നമ്മൾ ഡെറിവേറ്റീവിന് ഇപ്പോൾ വൈയുടെ ഡെറിവേറ്റീവിന് നമ്മൾ ഡി വൈ ബൈ ഡി എക്സ് എന്ന് എഴുതാറുണ്ട്, വൈ ഡാഷ് എന്ന് എഴുതാറുണ്ട്. ഇനി വേറൊരു ഡിനോട്ടേഷനാണ് ഡെറിവേറ്റീവ്. ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണെങ്കിൽ ഡി, ആരുടെ ഡെറിവേറ്റീവ്? വൈയുടെ ഡെറിവേറ്റീവ്, അതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നത് ഡി വൈ, അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയറിന് ഡി സ്ക്വയർ വൈ എന്ന് എഴുതാറുണ്ട്, വിച്ച് ഇസ് ദ സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് വൈ. ദസ് ദ ഇക്വേഷൻ 1 ക്യാൻ ബി റിട്ടൺ ആസ്, നമ്മൾ ഇവിടെ പറഞ്ഞ ഇക്വേഷനിൽ ഇവിടെ nth ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഡി റൈസ് ടു എൻ. ഇവിടെ n മൈനസ് 1th ഡെറിവേറ്റീവ് ആണ്, അപ്പോൾ ഡി റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ഇത് ഇവിടെ വൈ ആണ്, അപ്പോൾ കെ എൻ വൈ. ഇതിനെല്ലാം ഒരു വൈ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡി റൈസ് ടു എൻ പ്ലസ് കെ വൺ, ഡി റൈസ് ടു n മൈനസ് 1ൻ്റെ കോഎഫിഷ്യൻ്റ് ആണ് കെ വൺ. അപ്പോൾ കെ വൺ ഡി റൈസ് ടു n മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് കെ എൻ ഓഫ് വൈ ഈക്വൽ ടു എക്സ്. ദാറ്റ് ഈസ് നമ്മൾ ഇത്രയും എഫ് ഓഫ് ഡി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആക്കി മാറ്റി. അപ്പോൾ എഫ് ഓഫ് ഡി ഈസ് ഈക്വൽ ടു ഫംഗ്ഷൻ ഇൻ ഡി ഓഫ് വൈ ഈക്വൽ ടു എക്സ്, വേറെ എഫ് ഓഫ് ഡി എന്ന് പറയുന്നത് ഡി റൈസ് ടു എൻ പ്ലസ് കെ വൺ ഡി റൈസ് ടു എൻ മൈനസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് കെ എൻ. അതിൽ നമ്മൾ എഫ് ഓഫ് ഡി എന്ന് എഴുതി. ദാറ്റ് ഈസ് പോളിനോമിയൽ ഇൻ ഡി. ഡിയിലുള്ള ഒരു പോളിനോമിയലായി നമ്മൾ ആരെ മാറ്റി? ഈ തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ റീപ്ലേസ് ചെയ്ത് എഴുതി. അതായത് തന്നിരിക്കുന്ന ഒരു എക്സാമ്പിൾ നോക്കുക. ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് മൈനസ് 3y. അപ്പോൾ ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ്, ഇത് ഫസ്റ്റ് ഡെറിവേറ്റീവ്. അപ്പോൾ ഡി സ്ക്വയർ പ്ലസ് 2d മൈനസ് 3 ഓഫ് വൈ. ഇനി ഇതിൻ്റെ സൊല്യൂഷൻ നമുക്ക് കാണണം, കാരണം ഇതൊരു പോളിനോമിയലാണ്, അതായത് പോളിനോമിയൽ ഇൻ ഡിഗ്രി 2, അതായത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്? ഡി സ്ക്വയർ പ്ലസ് 2d മൈനസ് 3, സം എന്ന് പറയുന്നത് 2ഉം പ്രോഡക്റ്റ് എന്ന് പറയുന്നത് മൈനസ് 3. സോ നമ്പേഴ്സ് ഏത് വരും? 3യും മൈനസ് 1. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേം ഉപയോഗിച്ചാണ്. അത് അറിഞ്ഞുകൂടാന്നുണ്ടെങ്കിൽ
ക്വാഡ്രാറ്റിക് ഫോർമുല -b + or -√b² - 4ac/2a വാല്യൂസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത് സമ്മും പ്രോഡക്റ്റും എടുക്കുമ്പോഴത്തേക്ക് 3ഉം -1ഉം കിട്ടും. സോ മിഡിൽ ടേമിന് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നു. സ്പ്ലിറ്റിംഗ് ദ മിഡിൽ ടേമിന് 3d - d എന്ന് എഴുതും. അപ്പോൾ 3d - d തിരിച്ച് ചെയ്ത് തന്നെ കിട്ടും 2d. അവിടെ തന്നെ നമ്മൾ ബ്രാക്കറ്റൈസ് ചെയ്യുന്നു. ഇതിനകത്ത് നമുക്കൊരു d കോമൺ എടുക്കാം. പിന്നെ ഉള്ളത് d+3. ഇവിടെ നിന്നൊരു മൈനസിനെ കോമൺ എടുത്താൽ പിന്നെ ഉള്ളത് d+3. ഈ ടേമിൽ കോമൺ ആയിട്ട് d+3 ഉണ്ട്. d+3 എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കിയുള്ളത് ഡിയും ഇവിടെ ഉള്ളത് -1. സോ d² + 2d - 3 ഓഫ് y എങ്ങനെ എഴുതാം? d+3 × d - 1 × y. ഇതിന് തിരിച്ച് അതായത് ടേംസിനെ മാറ്റിയാലും കുഴപ്പമില്ല. d - 1 × d+3 × y. നെക്സ്റ്റ് റൂൾസ് ഫോർ ഫൈൻഡിങ് ദ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ. നമ്മൾ പറഞ്ഞായിരുന്നു ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും വേണം, പർട്ടിക്കുലർ ഇൻ്റഗ്രലും വേണം. അപ്പോൾ എങ്ങനെ നമുക്ക് കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കാം? ടു സോൾവ് ദ ഇക്വേഷൻ നമുക്ക് തന്നിരിക്കുന്ന ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതാണ്. കെകളെല്ലാം കോൺസ്റ്റൻ്റ് ആണ്. ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? സിംബോളിക് ഫോമിൽ, അതായത് വിത്ത് റെസ്പെക്ട് ടു ഡിൻ്റെ ടേംസിൽ നമുക്ക് d⁻n + k1 d⁻n - 1 + k2 d⁻n - 2 + etc. + kn of y = 0. ഇറ്റ്സ് എ സിംബോളിക് കോഎഫിഷ്യൻ്റ് ഈസ് ഇക്വേറ്റഡ് ടു 0. ദാറ്റ് ഈസ് തന്നിരിക്കുന്നതിന് നമ്മൾ സിംബോളിക് കോഎഫിഷ്യൻ്റ് അതായത് d⁻n + k1 d⁻n - 1 ഈ ടേമിനെ മൊത്തത്തിൽ നമ്മൾ 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. അങ്ങനെ ഇക്വേറ്റ് ചെയ്ത് കിട്ടുന്ന ഇക്വേഷനാണ് നമ്മൾ ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ നമുക്ക് ആദ്യം കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് കിട്ടണം? ഓക്സിലറി ഇക്വേഷൻ AE കിട്ടണം. അപ്പോൾ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സൊല്യൂഷൻസ് കിട്ടും. അതിന് നമ്മൾ റൂട്ട്സ് എന്ന് പറയാറുണ്ട്. m1 m2 എത്രയാണോ ഈ ഡിയുടെ പവർ അത്ര തന്നെ റൂട്ട്സ് നമുക്ക് കിട്ടും. m1 m2 etc. mn. ഇനി ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ കിട്ടിയ റൂട്ട്സ് റിയൽ ആൻഡ് ഡിഫറൻറ്റ്, റിയൽ ആയിരിക്കണം, ഡിഫറൻ്റ് ആയിരിക്കണം. ഈ കഴിഞ്ഞ എക്സാമ്പിളിൽ നമുക്ക് കിട്ടിയത് റിയൽ ആൻഡ് ഡിഫറൻറ്റ് കേസ് ആയിരുന്നു. ഇവിടെ നമ്മൾ ഡിയുടെ ഓക്സിലറി ഇക്വേഷൻ d² + 2d - 3 ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. ഈ ഓക്സിലറി ഇക്വേഷൻ സോൾവ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ വാല്യൂസ് ആണ് 1ഉം -3. 1ഉം -3 എന്ന് പറയുന്നത് റിയൽ ആണ്, ഡിഫറൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ 2ന് d - m1 × d - m2 നമുക്ക് അവിടെ 2 പേരെ കിട്ടിയതുകൊണ്ടാണ് നമ്മൾ d+3 എന്നും d - 1 എന്നും എഴുതിയത്. ഇറ്റ് ഈസ് ഈക്വൽ ടു 0 and ഇത് equation number 3. Now 3 will be satisfied by the solution of d - mn of y = 0. That is അതായത് ഒരു ജനറലി നമ്മൾ എടുക്കുകയാണ് dy/dx ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അപ്പോൾ dy/dx - mn of y = 0. This is Leibniz linear and ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = e⁻ mn of x dx. അതായത് നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു ലീനിയർ ഇക്വേഷൻ dy/dx + py = q ഫോമിൽ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ ഏതാണ്ട് ആ ഫോമിലോട്ടായിട്ടുണ്ട്. dy/dx + പിയുടെ സ്ഥാനത്ത് ആരാണ്? -mn. അങ്ങനെയാണ് ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടറിൽ പിക്ക് പകരം ആരെ കൊടുത്തത്? -mn കൊടുത്തത്. സോ ഇറ്റ്സ് സൊല്യൂഷൻ ഈസ് y × e⁻, അതായത് y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ നമ്മൾ അവിടെ സൊല്യൂഷൻ പറഞ്ഞായിരുന്നു. y × ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ = ഇൻ്റഗ്രൽ ഓഫ് അത് ആ സൊല്യൂഷൻ. അതിൽ ഇവിടെ ചെറിയ മോഡിഫിക്കേഷൻ ഉണ്ട്. സൊല്യൂഷൻ ഡയറക്റ്റ് ആണ്. y × e⁻ mn of x = cn. സോ ഇവിടെ നിന്ന് y എന്ന് പറയുന്ന e⁻ mn x ഡിനോമിനേറ്റർ കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. ഡിനോമിനേറ്ററിൽ പവറിൽ മൈനസ് ഉള്ളതുകൊണ്ട് ന്യൂമറേറ്ററിൽ കൊണ്ട് കയറുമ്പോൾ ആ നെഗറ്റീവ് അങ്ങ് പോകും. സിമിലർലി ഫാക്ടേഴ്സ് ഇൻ 3 ക്യാൻ ബി ടേക്കൺ ഇൻ എനി ഓർഡർ. ഇവിടെ എത്ര ഫാക്ടേഴ്സ് ആണോ ഉള്ളത് അതിനനുസരിച്ച് നമ്മൾ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നത്. നമ്മൾ തിയറിയാണ് പറയുന്നത്, പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. സോ കംപ്ലീറ്റ് സൊല്യൂഷൻ എങ്ങനെ എഴുതാം? y = c1 × e⁻m1x + c2 × e⁻m2x + etc. + cn × e⁻mnx. നമുക്ക് ഇതാണ് വേണ്ടത്. അതായത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ്റെ റൂട്ട്സ് എന്ന് പറയുന്നത് റിയലും ഡിഫറൻറ്റും ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നമുക്ക് സൊല്യൂഷൻ എഴുതാം. y എന്ന് പറയുന്നത് c1, എത്ര റൂട്ട്സ് ഉണ്ടോ അതിനനുസരിച്ച് അവരുടെ ലീനിയർ ഇക്വേഷൻ അങ്ങ് എഴുതിയാൽ മതി. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ 2 റൂട്ട്സ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 2 റൂട്ട്സ് ആർ ഈക്വൽ, അതായത് m1 m2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ 2 പേരാണ് ഈക്വൽ. അപ്പോൾ c1 e⁻m1x + c2 e⁻m1x. ആ രണ്ടിൽ നിന്നും ഒരു e⁻m1x കോമൺ എടുക്കുമ്പോൾ c1 + c2 എന്നിട്ടും ബാക്കി എത്രയാണോ റൂട്ട്സ് ഉള്ളത് അവരെ നമ്മൾ ആഡ് ചെയ്ത് എഴുതുന്നു. സോ c × c1 + c2 നമ്മൾ പുതിയൊരു ആർബിട്രറി കോൺസ്റ്റൻറ്റ് c ആക്കി. c × e⁻m1x + c2 കൂടെ ചേർത്തിട്ടാണ് c ആയത്. അപ്പോൾ c3 × e⁻m3x + etc. എത്ര സൊല്യൂഷൻസ് ഉണ്ടോ അത്ര തന്നെ. വേർ c1 + c2 = 1 ആർബിട്രറി കോൺസ്റ്റൻറ്റ്. രണ്ടിനും കൂടെ ഒരൊറ്റ ആർബിട്രറി കോൺസ്റ്റൻറ്റ് c കൊടുത്തു. ഇനി if has only n-1 arbitrary constant and is therefore not the complete solution of equation 1. In this case we proceed as follows. The part of the complete solution corresponding to the repeated root is the complete solution of d - m1 × d -
m1 ഇൻറ്റു വൈ ഈക്വൽ ടു 0. അതായത് നമുക്കിവിടെ നമ്മൾ പറഞ്ഞായിരുന്നു n സൊല്യൂഷൻസ് n ആണ് ഡിഗ്രി എങ്കിൽ n ആർബിട്രറി കോൺസ്റ്റൻറ്റ് വേണം. പക്ഷേ ഇവിടെ നോക്കുമ്പോൾ n സൊല്യൂഷൻസ് ഉണ്ട്, n റൂട്ട്സ് ഉണ്ട്, പക്ഷേ n ആർബിട്രറി കോൺസ്റ്റൻ്റ് ഇല്ല. കാരണം നമ്മൾ C1നെയും C2നെയും കൂടെ ചേർത്താണ് നമ്മൾ C എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ എന്ത് ചെയ്യുക, പുട്ടിങ് d മൈനസ് m1 ഇൻറ്റു വൈ ഈക്വൽ ടു z, അതായത് രണ്ടും സെയിം റൂട്ട്സ് ആണ്. d മൈനസ് m1 ഇൻറ്റു d മൈനസ് m1 ഓഫ് വൈ ഈക്വൽ ടു 0 ബിക്കംസ് d മൈനസ് m1 ഇൻറ്റു z ഈക്വൽ ടു 0 എന്ന് എഴുതുക. ഓർ d ബൈ dz ബൈ dx, അതായത് z ഡെറിവേറ്റീവ് ഓഫ് z വിത്ത് റെസ്പെക്ട് ടു x മൈനസ് m1 ഇൻറ്റു z ഈസ് ഈക്വൽ ടു 0. എഗെയിൻ ഇത് ലെബനീസ് ലീനിയർ ഇക്വേഷനായി ഇൻ z. അപ്പോൾ ഇൻ്റഗ്രേറ്റിംഗ് ഫാക്ടർ e റൈസ് ടു മൈനസ് m1x എന്ന് എഴുതുക. സോ സൊല്യൂഷൻ എന്ന് പറയുന്നത് z ഈസ് ഈക്വൽ ടു c1 e റൈസ് ടു m1x എന്ന് മാറും. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇക്വേഷൻ d മൈനസ് m1 ഇൻറ്റു വൈ ഈക്വൽ ടു z ആണ്. z എന്ന് പറയുന്നത് c1 e റൈസ് ടു m1x. ഈ സൊല്യൂഷൻ d മൈനസ് m1 ഇൻറ്റു വൈ ഈക്വൽ ടു z. അവിടെ z-ന് പകരം ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ച c1 e റൈസ് ടു m1x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു x മൈനസ് m1 ഇൻറ്റു വൈ ഈസ് ഈക്വൽ ടു c1 ഇൻറ്റു e റൈസ് ടു m1x. The integrating factor of equation number 5 is e raised to minus m1x. ആൻഡ് നമ്മളത് ചെയ്യുന്നു. നിങ്ങൾ ഇതൊന്നും സ്റ്റെപ്സ് ഒന്നും പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. ആ കംപ്ലീറ്റ് സൊല്യൂഷൻ മാത്രം ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് c1x പ്ലസ് c2 e raised to m1x പ്ലസ് c3. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ n സൊല്യൂഷൻസ് ഉണ്ട്, n റൂട്ട്സ് ഉള്ളത് കൊണ്ട് n ആർബിട്രറി കോൺസ്റ്റൻറ്റ് c1 c2 എന്ന് പറഞ്ഞിട്ട് നമുക്ക് കിട്ടും. If auxiliary equation has 3 equal roots, 3 equal roots, m1, m2, m3, 3 equal roots ആണുള്ളതെങ്കിൽ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെ മാറും? y ഈസ് ഈക്വൽ ടു c1x സ്ക്വയർ പ്ലസ് c2x പ്ലസ് c3. അപ്പോൾ 3 ആർബിട്രറി കോൺസ്റ്റൻസ് ആയി, ബാക്കി 4, 5 അങ്ങനെ n ആർബിട്രറി കോൺസ്റ്റൻറ്റ്. അതായത് നമ്മൾ തിയറി ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ, തിയറി നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ n ഓർഡർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ n ഡിഗ്രി ആണെന്നുണ്ടെങ്കിൽ n സൊല്യൂഷൻസ് n ആർബിട്രറി കോൺസ്റ്റൻറ്റ് സൊല്യൂഷനകത്ത് ഉണ്ടായിരിക്കണം. സോ 2 പേരാണ്, 2 റൂട്ട്സ് ആണ് ഈക്വൽ എന്നുള്ളതെങ്കിൽ നമ്മൾ c1x പ്ലസ് c2 എന്നും, 3 റൂട്ട്സ് ആണ് ഈക്വൽ എന്നുണ്ടെങ്കിൽ c1x സ്ക്വയർ പ്ലസ് c2x പ്ലസ് c3 എന്നും കൊടുത്ത് ചെയ്യും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കിയത് 2 റിയൽ ഡിഫറൻറ്റ് റൂട്ട്സ് ആയിരുന്നു. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് 2 ഈക്വൽ റൂട്ട്സ്, 2ഓ അതിലധികമോ ഈക്വൽ റൂട്ട്സ് വരുമ്പോൾ എങ്ങനെ കംപ്ലീറ്റ് സൊല്യൂഷൻ എഴുതും. ഇനി മൂന്നാമത് നമ്മൾ പറയാൻ പോകുന്നത് ഇഫ് 1 പെയർ ഓഫ് റൂട്ട് ബി ഇമാജിനറി. നമുക്ക് കിട്ടിയത് ഇമാജിനറി ആണ്. എപ്പോഴും ഇമാജിനറി റൂട്ട്സ് പെയർ ആയിട്ടേ കുറയാറുള്ളൂ. ഒന്നാമത്തെ റൂട്ട് ആൽഫ പ്ലസ് ഐ ബീറ്റ ആണെങ്കിൽ അതിൻ്റെ കൂടെ അടുത്തൊരു റൂട്ടും കൂടെ കാണും, m2 ഈക്വൽ ടു ആൽഫ മൈനസ് ഐ ബീറ്റ. അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ, ഈ സ്റ്റെപ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് സൊല്യൂഷൻ്റെ ഫോം മാത്രം കാണാതെ പഠിച്ചാൽ മതി. y ഈക്വൽ ടു e റൈസ് ടു ax ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ്. അപ്പോൾ c1 ഉണ്ട്, c2 ഉണ്ട്, c3 ഉണ്ട്, അങ്ങനെ n ആർബിട്രറി കോൺസ്റ്റൻസും ഉണ്ട്. ഇതാണ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത്. ഇനി 2 ജോഡി ഇഫ് 2 പോയിൻറ്റ്സ് ഓഫ് ഇമാജിനറി റൂട്ട്സ് ബി ഈക്വൽ m1 m2 ആൽഫ പ്ലസ് ഐ ബീറ്റയും m3 m4 ആൽഫ മൈനസ് ഐ ബീറ്റ ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് e റൈസ് ടു ax അല്ല ആൽഫ എക്സ് ആണ്. e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1x പ്ലസ് c2 ഓഫ് കോസ് ബീറ്റ എക്സ്. ഇവിടുത്തെ കോസ് ബീറ്റ എക്സിൽ c1 ആയിരുന്നു, അത് c1x പ്ലസ് c2 ആവും. ആൻഡ് സൈൻ ബീറ്റ എക്സിൽ c2 ആയിരുന്നു, അത് c3x പ്ലസ് c4 ആയിട്ട് മാറും. ബാക്കി എത്രയാണോ ഉള്ളത് അവരതുപോലെ അങ്ങ് എഴുതുക. ഇതാണ് തിയറി പറയുന്നത്. ഇനി ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ ഒരു ബോക്സ് ആക്കി ഇവിടെ എഴുതിയിട്ടുണ്ട് കംപ്ലീറ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട്. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എല്ലാം റൂട്ട്സും റിയലും ഡിഫറൻറ്റും ആണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് സൊല്യൂഷൻ്റെ ഫോം y ഈക്വൽ ടു c1 e റൈസ് ടു m1x പ്ലസ് c2 e റൈസ് ടു m2x പ്ലസ് cn e റൈസ് ടു mnx. ഓരോരുത്തരും ഇൻഡിവിജ്വലി ആഡ് ചെയ്ത് എഴുതുക. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് 2 റൂട്ട്സ് ആർ ഈക്വൽ, 2 പേര് m1 m2 ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ എങ്ങനെ എഴുതുക? c1 പ്ലസ് c2x ഇൻറ്റു e റൈസ് ടു m1x പ്ലസ് c3, ബാക്കി അതുപോലെ. ഓക്കെ, അതായത് ഓക്കെ ഇത് മതി, ഈ സൊല്യൂഷൻ മാത്രം മതിയാവും. ഇനി 1 പെയർ ഓഫ് ഇമാജിനറി റൂട്ട്സ്, ഒരു ജോഡി ഇമാജിനറി റൂട്ട്സ് ആണെന്നുണ്ടെങ്കിൽ y ഈസ് ഈക്വൽ ടു e റൈസ് ടു ആൽഫ എക്സ് c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് പ്ലസ് എക്സെട്ര പ്ലസ് cn e റൈസ് ടു mnx. എത്രയാണോ ഉള്ളത് അതുപോലെ. ഇനി 2 ജോഡിയാണെന്നുണ്ടെങ്കിൽ y ഈക്വൽ ടു e റൈസ് ടു ആൽഫ എക്സ് ഇൻറ്റു c1x പ്ലസ് c2, ഏതെങ്കിലും ഒരു ഭാഗത്ത് എക്സ് കൊടുക്കുക. ഒന്നിൽ c1ന് എക്സ് കൊടുക്കുക, അല്ലെങ്കിൽ c2ന് എക്സ് കൊടുക്കുക. അപ്പോൾ c1x പ്ലസ് c2 ഇൻറ്റു കോസ് ബീറ്റ എക്സ് പ്ലസ് c3x പ്ലസ് c4 ഇൻറ്റു സൈൻ ബീറ്റ എക്സ്. ബാക്കിയുള്ള റൂട്ട്സ് ലാസ്റ്റ് cn ഇൻറ്റു e റൈസ് ടു mnx. സോ നമുക്കിനി പ്രോബ്ലംസ് ചെയ്യാം ഇതിൻ്റെ.